കാത്തിരുന്നിട്ട് ഓണം കയറാൻ പോലെ ഒറ്റ പൈസയാ കള്ളൻ്റെ ലായത്. നമുക്ക് ആ റൂം ഒന്നും കൂടെ ഒന്ന് അരിച്ചു പറിക്കാലോ? വേണ്ട, ഇനി അച്ഛൻ്റെ മുറിയിൽ ആരും കയറണ്ട. എന്തായാലും കള്ളൻ കാക്ക നിന്റെ വീടിനെ കെട്ടിക്കളിയാ. ഈ കൃത്യസമയത്ത് തന്നെ നിന്റെ അച്ഛനും അമ്മയും വീട്ടിലില്ലാതായി പോയി. ഇല്ലെങ്കിൽ അവരെ നിലവിളിയുടെ കേൾക്കേണ്ടതാണ്. അച്ഛനും അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെച്ചേക്കില്ല. അവരോട് എത്തുമ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒരു വഴിയുണ്ട്. എന്ത്? നമ്മുടെ തട്ടത്തുമല ഹയർ സെക്കൻഡറി സ്കൂളിലെ നിന്റെ അച്ഛൻ സാറായിരുന്നപ്പം അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു അരുമ ശിഷ്യനുണ്ടല്ലോ, നമ്മുടെ സസ്പെൻഷനിലായ CI ജയപ്രകാശ് സാറേ. സാറും നിന്റെ അച്ഛനും തമ്മിൽ നല്ല റിലേഷൻ അല്ലേ? നമുക്ക് അദ്ദേഹത്തിനോടൊന്ന് പറഞ്ഞാലോ? അതിനിപ്പോൾ അയാൾ സസ്പെൻഷൻ അല്ലേ? ഇതിനേക്കാളും നേരിട്ട് സ്റ്റേഷനും കൂടെ വെറുതെ എടുത്താൽ പോരെ? അതിന് നിനക്ക് അയാളെക്കുറിച്ച് എന്തറിയാം? അതിന് അദ്ദേഹം സത്യസന്ധനായതുകൊണ്ടാണല്ലോ ഇപ്പം സസ്പെൻഷനായത്. ആ മഠത്തിലെ പെൺകുട്ടിയുടെ പീഡന കേസ് ജയപ്രകാശ് സാർ തെളിയിച്ചെടുത്തേനെ. ഇതിനിടയിലാണല്ലോ ചില രാഷ്ട്രീയ കക്ഷികൾ ചേർന്ന് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് സാറിനെ സസ്പെൻഷനിലെത്തിച്ചത്. 10 പൈസയുടെ ഗതിയിലെത്ത നീയാ കോടികൾ ലക്ഷണം കണക്ക് പണയുന്നു. എത്ര നിസ്സാരമായിട്ടാ നീ പറയുന്നത്? ഇത് നിനക്കാണ് സംഭവിച്ചെങ്കിലോ? സാർ ഇപ്പൊ തന്നെ വരുമെന്ന് പറഞ്ഞത്. സാറിപ്പോൾ വരും. എടാ എനിക്ക് അറിയാൻ പറ്റുന്ന ചോദിക്കാം. അറിഞ്ഞ എന്തിനാടാ കുടിച്ചാടുന്നത്? വരാൻ പോകുന്നത് CI ആണ്, അത് ഓർമ്മ വേണം. എനിക്ക് തോന്നുന്നു നീയൊക്കെ രണ്ടും കൂടെ പണം എടുത്ത് മാറ്റുന്നത്. അനാവശ്യം പറയത് പറഞ്ഞേക്കാം. അല്ല, നീയൊക്കെ പണ്ടേ കള്ളന്മാരാണല്ലോ. ഹലോ ശ്രീരാജ്, എന്തൊക്കെയുണ്ടോ വിശേഷം? സുഖമല്ലേ? ആ സുഖം സാർ. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ എൻ്റെ കൂട്ടുകാരാ സാറേ. ഇതെൻ്റെ ഫ്രണ്ടാ പാർവതി. ഇപ്പോൾ SI സെലക്ഷന് വേണ്ടി ട്രെയിനിങ്ങിലാണ് പുള്ളിക്കാരി. എൻ്റെ ഒരു സഹായത്തിന് വേണ്ടി കൂടെ കൂട്ടിയതാ. ഹലോ. ആദ്യം എൻ്റെ സാറിനൊന്ന് കാണണം. അച്ഛനമ്മയോടും ഇല്ല സാർ, ഒരാഴ്ചയായിട്ട് പെങ്ങളെ വിട്ടില്ല. ഇതിനിടയിലാണ് ഇവിടെ എങ്ങനെയൊക്കെ സംഭവിച്ചത്. അച്ഛൻ വസ്തുവച്ച കാശാ ലോക്കറിൽ സൂക്ഷിച്ചിരുന്നത്. ഇപ്പം പണം മോഷണം പോയ കാര്യം അവരെ അറിഞ്ഞിട്ടില്ല. ഓക്കെ. ഈ വീട് കണ്ടപ്പോൾ പഴയകാലം മനസ്സിൽ നിന്നും മായുന്നില്ല. സാറുമായിട്ട് അത്രയ്ക്കൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. പിന്നെ മോഷണം നടന്ന റൂം എവിടെയാ? അവിടെ സാർ. പണം മോഷണം പോയ രാത്രി ഇവിടെ ശ്രീരാജ് മാത്രമേ ഉണ്ടായിരുന്നു? അല്ല സാർ, അന്ന് എനിക്ക് കൂട്ടുകിടക്കാൻ കൂട്ടുകാരൻ സജീവം ഉണ്ടായിരുന്നു. ഈ കൂട്ടുകാരൻ എങ്ങനെ ആള്? ഇല്ല സാർ, അവൻ അങ്ങനെ ചെയ്യത്തില്ല. അവനെനിക്കറിയാം. ഇറ്റ്സ് ഓക്കെ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഈ കിച്ചൺ റൂം എങ്ങോട്ടാ? ഇതോ അവിടെയാ. എനിക്കൊരു സംശയമില്ല, ഇയാൾക്കിനി സസ്പെൻഷൻ ആയതുകൊണ്ട് കൈക്കോലും കിട്ടില്ലല്ലേ? അതുകൊണ്ട് ഇയാൾ തന്നെ ആയിരിക്കും പൈസ എടുത്ത് മാറ്റിയത്. മണ്ടത്തരം പറയാതാ. എന്തായാലും ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും സാറിൻ്റെ അടുത്ത് പറയണ്ട. സാർ എത്തുന്നതിന് മുന്നേ ആ കാശ് നമുക്ക് കണ്ടെത്താം. ഓക്കെ 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 ബൈ.
ഇയാളെ കൊണ്ട് വല്ല നടക്കോ? എന്താണെന്ന് നീ കണ്ടോ? നമ്മളവിടെ അന്വേഷിച്ചതിൽ വെച്ച് പുറത്തു നിന്നൊരു കള്ളന് കയറാനുള്ള യാതൊരു സാധ്യത ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയായിരിക്കും അവിടെ മോഷണം നടക്കാനുള്ള സാധ്യത? സർ, ഇന്നലെ രാത്രി ശ്രീരാജിന്റെ ഒപ്പം ഉണ്ടായിരുന്നത് അവന്റെ ഫ്രണ്ട് അല്ലേ? അപ്പോൾ ആ ഫ്രണ്ടിനെയും സംശയിക്കാം. മാത്രമല്ല, മോഷണം പോയത് അറിയുന്നത് ഇന്ന് ഉച്ചയ്ക്കാണ്. അപ്പോ സംഭവം നടക്കുന്നതെന്ന് പകലുമായിക്കൂടെ? ഒപ്പം മറ്റു കൂട്ടുകാരും ഉണ്ടായിരുന്നല്ലോ. ഞാൻ ശ്രീരാജനൊന്ന് വിളിക്കട്ടെ. ഇവിടുത്തെ ചായ കൂടെ നല്ലതാ. എന്നാ ഇന്നത്തെ ചെലവ് നിന്റെ വക. അല്ല ഒന്ന് നാളെ പൊരിപ്പൊക്കെ ഉണ്ടോ? ചേച്ചി 3 ചായ. ഇന്നലെ നൈറ്റ് മണി ഉണ്ടായിരുന്നു. ഇനി എനിക്ക് വയ്യളിയാ. ഞാൻ ഈ നൈറ്റ് മണി നിർത്താൻ പോവാം. വീട്ടിൽ ശ്രീരാജ് ഒറ്റയ്ക്കല്ലേ? നമുക്ക് അങ്ങോട്ട് പോയാലോ? അവർ തലയ്ക്കോട്ടെ. സസ്പെൻഷനിലെ സീ കൂടെ കേസ് അന്വേഷണം. ആ തൊലി എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? സർ, ഞാൻ പറയാൻ വിട്ടുപോയതാ. ഇതാ ഈ ചെയിനും മോതിരവും അന്ന് ശ്രീരാജിന്റെ വീട്ടിൽ നിന്നും കിട്ടിയതാ. ഇത് അവന്റേതാണോന്ന് അറിയില്ല, പക്ഷെ ഒരു സംശയം തോന്നി എടുത്തതാ. നീ കയറി, നമുക്ക് കുറച്ച് പണിയുണ്ട്. നീ എന്തൊക്കെ പറഞ്ഞാലും ഇവന്റെ അച്ഛനും ജയപ്രകാശ് സാർ തമ്മിലുള്ള ബന്ധം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എടാ സസ്പെൻഷനിലെ ഒരു സീ കൂടെ എന്ത് ചെയ്യാൻ? നീ ഡ്യൂട്ടിയിലുള്ളവരെ അഭിക്കും. സാർ ഇന്നേവരെ അന്വേഷിച്ചിട്ടുള്ള കേസെല്ലാം തെളിയിച്ചിട്ടേ ഉള്ളൂ. നിനക്ക് അത്ര സംശയമാണെങ്കിൽ നീ ഒന്ന് അന്വേഷിച്ചു. അതൊക്കെ ശരിയാ. അതൊക്കെ വെച്ചേക്കുമ്പോൾ ഒരു നിസ്സാരാ. പിന്നല്ലാതെ. ഞാൻ പോയിട്ട് വൈകിട്ട് വരാം. എനിക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ട്. ആ എന്നാ ഞാൻ പോയി വൈകിട്ട് വരാം. ഹലോ ശ്രീരാജ്, നാളെ ഞങ്ങൾ ഇവിടെ എത്തും. മോഷണം പോയ പൈസ നാളെ തന്നെ നിനക്ക് കിട്ടും. അതെന്താ, കള്ളനെ കിട്ടിയോ? കള്ളനൊക്കെ കയ്യിലുണ്ട്. നാളെ ഞങ്ങൾ വരുമ്പോൾ കൂട്ടുകാരും കൂടെ ഉണ്ടായിരിക്കണം. പിന്നെ ഇക്കാര്യങ്ങളൊന്നും അവരെ അറിയിക്കണ്ട. സാറൊക്കെ എന്നാ വരുന്നേ? അവർ 2 ദിവസം കഴിഞ്ഞ് വരും. അപ്പോൾ നാളെ കാണാം. എന്നാലും ഇവൻ നമ്മളോടൊന്നും പറയാതെ എവിടെ പോടാ? സാറ് വരുമ്പോൾ അവനെ കണ്ടില്ലെങ്കിൽ സാറൊന്ന് വരൂ. ഒരുത്തരം കൂടെ ഉണ്ടല്ലോ, അവനെവിടെ? സാർ ഒരു അബദ്ധം പറ്റി. സാറൊന്ന് വരുമെന്നുള്ള കാര്യം ഞാൻ അവനോട് പറഞ്ഞായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇത് ആരോടും പറയരുതെന്ന്? അവനാണോ സാർ പണം മോഷ്ടിച്ചത്? അല്ലെങ്കിലും സാർ ഈ കേസ് അന്വേഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഏർപ്പ് കാണിച്ചത് അവനാണ്. എതിർപ്പ് കാണിക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും മാത്രമല്ല, കൂടെ പതുങ്ങി നിൽക്കുന്നവരെ നമ്മൾ സൂക്ഷിക്കണം. ഇനിയൊന്നും വെച്ച് നീട്ടുന്നില്ല. പണം കിട്ടത് വേറെ ആരുമല്ല, ശ്രീരാജിന് കൂട്ടുകിടന്ന സജീവാണ്. അയ്യോ അയ്യോ, ഞാനല്ല സാറേ, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എടുക്കത്തില്ല സാറേ. അയ്യോ, ഞാൻ എടുത്തിട്ടില്ല. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഇല്ല സാറേ, ഇവ എടുക്കില്ല. അത് നീ പറഞ്ഞാ പോരല്ലോ. സത്യം പറ, ആ പണം നീ എങ്ങനെ എടുത്തു? ആ പണം നീ എന്ത് ചെയ്തു? സാർ, അതല്ലേ ഞാൻ പറഞ്ഞത്. പണം ഞാൻ എടുത്തിട്ടില്ല സാർ. സാർ നിങ്ങൾക്ക് തെറ്റിയതായിരിക്കും. ശ്രീരാജിലൂടെ അവരുണ്ട സത്യം നീ പറയുന്നോ അതോ നിന്നെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കണം? സാർ, എനിക്കറിയാം പണം മോഷ്ടിച്ച് ഇവൻ തന്നെയാ.
ആ സാഹചര്യത്തിൽ ഞാൻ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സൈക്കിളില്ല സാർ. പണം ഇവൻ കൊണ്ടുവിളിക്കുന്നത് ഞാൻ കിടന്ന സാർ. സത്യമാണോടാ? വാ സാർ, ഞാൻ കാണിച്ചു തരാം. അയ്യോ സാർ, ഞാൻ എടുത്തിട്ടില്ല സാറേ. ഞാൻ എടുത്തിട്ടില്ല സാറ്. നടക്കടാ അങ്ങോട്ട്. സാറേ ഞാൻ എടുത്തിട്ടില്ല സാറേ. സാറേ ഞാൻ എടുത്തിട്ടില്ല സാറേ. സാറേ സാറേ ഇവൻ കള്ളം പറയാം സാറേ. സാറേ ഞാൻ എടുത്തിട്ടില്ല സാറേ. സാറേ സാർ ഇത് കുടിക്കാത്തത് വേണം. സാറേ ഞാൻ എടുത്തിട്ടില്ല, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല സാർ. ശ്രീരാജ് ദാ, സാർ സാർ എടുക്കടാ പണം. സാറേ ഞാൻ എടുത്തിട്ടില്ല സാറേ. ഞാൻ എടുത്തിട്ടില്ല സാറേ. ഞാൻ എടുത്തിട്ടില്ല സാറേ. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല സാറേ. സാറേ ഞാൻ എടുത്തിട്ടില്ല. പണം എവിടെയാടാ? സാർ ഇവൻ പണം ഇവിടെ തന്നെയാണ് വെച്ചത്. ഇവൻ തന്നെ എനിക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റിയത്. എടാ നീ എടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറ. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വേണ്ട രീതിയിൽ പെരുമാറിയാ ഇവൻ സത്യം പറയും. നമുക്ക് നോക്കാം. എല്ലാവരും വാ. എൻ്റെ ഇത്ര നാളത്തെ സർവീസിൽ വെച്ച് ഞാൻ അന്വേഷിച്ച കേസ് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു നിസ്സാരമാണ്. എനിക്ക് കാണാതെ പോയ മുതൽ തിരിച്ചിട്ടി. ഇപ്പം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ. അല്ല സാർ എന്തായി പറഞ്ഞു വരുന്നത്? പണം മോഷ്ടിച്ചത് സജീവല്ല, ഇവനാണ്. ഇത് എനിക്കുള്ളതല്ല. നിന്റെ ആണെന്ന് ഞങ്ങൾ തെളിയിച്ചാലോ? സാറേ ഇത് ഇവൻ്റെ തന്നെ. നീ എന്നോട് പറഞ്ഞത് അന്ന് നൈറ്റ് മണിക്ക് ഇത് കളഞ്ഞു എന്നല്ലേ? നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? പണം മോഷിച്ചത് ഞാനല്ല, ഇവനാ. ഇനി നീ സത്യം പറഞ്ഞില്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി പെരുമാറാൻ പോകുന്ന നിന്നെ ആയിരിക്കും. അതിനു മുന്നേ നീ സത്യം പറയുന്നതല്ലേ നല്ലത്. അപ്പോൾ നിനക്ക് സത്യം പറയാൻ ഭാവമില്ല. പാർവതി, സ്റ്റേഷനിൽ വിളി. വേണ്ട സാർ, ഞാൻ പറയാം. ഹലോ, ഇന്നലത്തെ നൈറ്റ് മണി എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറണ്ടളിയാ, അയാളെ നെയ്യളക്കി. പിന്നെ കളിയാ, ഞാൻ അപ്പുറത്തോട്ട് പോയിട്ട് വരാം. നമ്മുടെ സൂചിച്ചിരി വീട്ടിലേ 2 ഹോൾഡർ ഫിറ്റ് ചെയ്യാണ്ട്. ആ. അവര് വിളിയോട് വിളി, നീ ഇവിടെ നില്ല, ഞാൻ പോയിട്ട് വരാം. ആ അളിയാ, പിന്നെ ഒരു സന്തോഷ വാർത്ത. നമ്മൾ വിൽക്കാട്ടിരുന്ന 20 സെന്റ് വസ്തു ഇല്ലേ, അത് വിറ്റ് കിട്ടി. എത്ര കിട്ടി? 20 ലക്ഷം രൂപ. അത് അച്ഛൻ ഭദ്രമായിട്ട് അലമാര സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചെലവുണ്ട്. പിന്നെ അല്ലാതെ, ഞാൻ പോയിട്ട് വരാം. 20 ലക്ഷം രൂപ. അത് അച്ഛൻ ഭദ്രമായിട്ട് അലമാര സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
കളി എനിക്ക് നല്ല ക്ഷീണോടാ, ഞാൻ പോയിട്ട് വൈകിട്ട് വരാം. ശരി എന്നാ ഓടാ. ഓക്കെ. എന്നിട്ട് നീ ആ പണം എന്ത് ചെയ്തു? അതാ സാറിനെ ഇവനെ ഏൽപ്പിച്ചത്. ഇവൻ തന്നെ എനിക്ക് അവിടെ നിന്ന് മാറ്റിയത്. ഇനി നീ ഇവന്റെ പേര് മിണ്ടിയാ മോനെ, നീ നമ്മളെക്കുറിച്ച് എന്താ കരുതിയത്? നീ ഈ പണം ഒളിപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ പുറകെ ഞങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല ഇതെല്ലാം ഇവിടെ ക്യാമറ പകർത്തിയിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ട്. എന്നാൽ ഞാൻ പോയി വൈകിട്ട് വരാം. ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ത്രെഡ് നീ അലമാര തുറക്കാൻ ശ്രമിച്ചപ്പോൾ നിന്റെ കയ്യിൽ തെറിച്ചു വേണമെങ്കിൽ മാലയും മോതിരമായിരുന്നു. ശ്രീരാജ് അയച്ചിരുന്ന ഫോട്ടോ നോക്കിയപ്പോഴാണ് ഈ മാലയും മോതിരം നിനക്കുള്ളതാണെന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഞങ്ങൾ നിന്നെ ഫോളോ ചെയ്ത് തുടങ്ങിയത്. നീ കയറി, നമുക്ക് കുറച്ച് പണിയുണ്ട്. മോഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നിനക്ക് മനസ്സിലായി ഈ മാലയും മോതിരവും അവിടെ മിസ്സായി. പിന്നെ പലതവണ നീ ഇവിടെ കയറാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അളിയ, നിന്റെ പെൺഡ്രൈവന്റെ കരിപ്പുണ്ടേ, ഞാൻ തരാൻ വിട്ടുപോയി. ഞാൻ അങ്ങോട്ട് വരുവാണേ. സൂചേച്ചി വീണ്ടും വിളിച്ചു. ഞാൻ ഒന്നങ്ങോട്ട് പോയിട്ട് വരാം. നീ എന്തായാലും വൈകിട്ട് വന്നാൽ മതി. നമുക്ക് ആ റൂം ഒന്നും കൂടെ ഒന്ന് അരിച്ചു പറയ്ക്കാലോ. വേണ്ട, ഇനി അച്ഛൻ്റെ മുറിയിൽ ആരും കയറണ്ട. ഇനി നിനക്ക് രക്ഷപ്പെടാനുള്ള യാതൊരു പഴുതുമില്ല. നീയാണ് ഈ പണം എടുത്തു എന്നുള്ളതിൻ്റെ എല്ലാ തെളിവും ഞങ്ങളുടെ പക്കലുണ്ട്. നീ എങ്ങനെ പോകും, ഏതുവരെ പോകുമെന്ന് ഞങ്ങളൊന്ന് പരീക്ഷിച്ചതാ. സാറെങ്കിലാ പണം അവിടെ. പാർവതി, ഇവൻ പണം ഒളിപ്പിക്കാൻ പോകുമ്പം ഞങ്ങളും എൻ്റെ പുറകെ ഉണ്ടായിരുന്നല്ലോ. ഇവൻ പോയ ശേഷം ഞങ്ങൾ തന്നെ അടുത്ത് മാറ്റിയത്.
ഇനി അവനെ എന്താ ചെയ്യണ്ടേ? സാർ ഇനി അവനൊന്നും ചെയ്യണ്ട, വിട്ടേക്ക്. എന്തായാലും പണം തിരികെ കിട്ടിയല്ലോ. ചിലരങ്ങനെയാണ്. സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ പ്രിയപ്പെട്ടവരുടെ തെറ്റുകൾ കൊണ്ട് ശാസിക്കാതെ പകരം ആ ബന്ധം നിലനിർത്താൻ പറ്റിപ്പോയ തെറ്റുകളെ പൊറുക്കാനും ക്ഷമിക്കാനുള്ള കഴിവുണ്ടവർ. ഇങ്ങനൊരു സുഹൃത്തിനെ കിട്ടാൻ നീ പുണ്യം ചെയ്യണം. അല്ലെങ്കിലും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന സുഹൃത്തുക്കൾക്കാണ് നമ്മളെ പറ്റിക്കാൻ ഏറ്റവും എളുപ്പം. ഇനി നീ വീണ്ടും ഇതുപോലെ ഉടായ്പ കൊണ്ട് നടന്നാ നമ്മുടെ കയ്യിരിക്കുന്ന ഈ വിഷുവിൽ മാത്രം മതി നിന്നെ ആത്താക്കാൻ. സോറിടാ മോനെ. ശ്രീരാജ്, ഞങ്ങൾ പോട്ടെ. എന്തായാലും അച്ഛനോട് എൻ്റെ അന്വേഷണം പറയണം. പറയാം. ഓക്കെ എന്നാൽ വളരെ ശരി. നന്ദിയുണ്ട് സാർ. സാർ, ജയ, ആ CI വേണവനെ കൊണ്ട് ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പോരാത്തതിന് ഈ അറ്റംപ്റ്റിലെ പ്രധാന പ്രതികൾ പോലും കാശ് കൊടുത്ത് അയാളെ സ്വാധീനിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. മുകളിലുള്ളവരുടെ പ്രഷറിങ്ങും സഹിക്കാൻ വയ്യ. ഇനി നീ തന്നെ ഈ കേസ് അന്വേഷിക്കണം. നിന്റെ സസ്പെൻഷൻ പിടിച്ചു. ഇന്ന് തന്നെ എനിക്ക് നിന്നെ അറിയാം. ഓക്കെ സാർ. ഇന്നലെ ACP വിളിച്ചിരുന്നു. ഞാൻ പറയാൻ മറന്നു. എൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു. Congrats. ആ മഠത്തിലെ പെൺകുട്ടിയുടെ കേസ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകും. Okay. ഇതിലെനിക്ക് പാർവതിയുടെ ഹെൽപ്പ് വേണം. Definitely. കൂടെ നിൽക്കില്ലേ? Sure. ഓക്കെ.